നമ്മുടെ ഈ ലോകം ഒന്ന് മാറ്റിമറിക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും സാഹചര്യങ്ങളും ഒന്ന് മെച്ചപ്പെട്ടിരുന്നെങ്കിൽ, തകർന്നുപോയ ബന്ധങ്ങളെല്ലാം പഴയതുപോലെ മനോഹരമായിരുന്നെങ്കിൽ, ഭാഗ്യം എപ്പോഴും നമ്മെ തുണച്ചിരുന്നെങ്കിൽ എന്നൊക്കെയാവാം ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചവർ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങളെ സ്നേഹത്തോടെ ഒന്ന് ചേർത്തുപിടിക്കുന്ന നിമിഷങ്ങൾക്കായി നിങ്ങൾ ഒരുപാട് തവണ കൊതിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇത്രയേറെ കാര്യങ്ങൾ ആലോചിക്കുന്നതിനിടയിൽ ആരും നിങ്ങളോട് ചോദിക്കാത്ത എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനു മുൻപ് നിങ്ങളെത്തന്നെ ഒന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? സത്യം പറഞ്ഞാൽ, സ്വന്തം മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാതെ ലോകത്തെ മുഴുവൻ മാറ്റാൻ ഇറങ്ങിത്തിരിക്കുന്നിടത്താണ് മനുഷ്യന്റെ സകല ദുരിതങ്ങളും ആരംഭിക്കുന്നത്. പരാതികളുടെ ഒരു വലിയ പട്ടിക തന്നെ നമുക്കെപ്പോഴും പറയാനുണ്ടാകും. എന്റെ മാതാപിതാക്കൾ ശരിയല്ല, സമൂഹം മോശമാണ്, കൂടെയുള്ളവർ വഞ്ചകരാണ്, കാലം അത്ര നല്ലതല്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും ഭാഗ്യമില്ല എന്നിങ്ങനെ നീളുന്ന പരാതികൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലെങ്കിലും നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നവരിലെല്ലാം കുറ്റങ്ങൾ മാത്രമാണെങ്കിൽ പിന്നെ ആരാണിവിടെ ശരിയെന്ന്? ബന്ധങ്ങളെല്ലാം ഒരു വലിയ ഭാരമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രശ്നം ആ ബന്ധങ്ങൾക്കാണോ, അതോ അവയെ നിങ്ങൾ നോക്കിക്കാണുന്ന ആ രീതിക്കാണോ? ഗൗതം ബുദ്ധൻ പണ്ട് അഗാധമായ ഒരു സത്യം ലളിതമായി പറഞ്ഞുവച്ചിട്ടുണ്ട്. ദുഃഖമെന്നത് പുറത്തുനിന്നുണ്ടാകുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ജനിക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യം നമ്മളെന്ന് ആഴത്തിൽ തിരിച്ചറിയുന്നുവോ, അന്നുമാത്രമേ നമ്മുടെ ജീവിതം ശരിക്കും മാറിത്തുടങ്ങുകയുള്ളൂ. പക്ഷേ ഇത് ഉൾക്കൊള്ളുക എന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സിന് എപ്പോഴും മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാനാണ് താൽപ്പര്യം. ഞാൻ ശരിയാണ്, ലോകമാണ് തെറ്റ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സ് നമ്മെ നിരന്തരം വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. ആധുനിക മനഃശാസ്ത്രത്തിൽ ഇതിനെ വിക്ടിം മെന്റാലിറ്റി എന്ന് വിളിക്കുന്നു. സ്വയം ഒരു ഇരയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മാനസികമായ കരുത്ത് കൈവരിക്കാൻ കഴിയില്ലെന്ന് മനഃശാസ്ത്രജ്ഞരും അടിവരയിടുന്നുണ്ട്. വിക്ടർ ഫ്രാങ്കലിനെ പോലെയുള്ള മഹാന്മാർ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരാളിൽ നിന്ന് അയാളുടെ സർവസ്വവും പിടിച്ചുവാങ്ങാൻ നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും താൻ എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അയാളുടെ ആത്മീയ സ്വാതന്ത്ര്യത്തെ തടയാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ വിവേകത്തോടെ സാഹചര്യങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനു പകരം സാഹചര്യങ്ങളോട് വെറുമൊരു പ്രതികരണം, റിയാക്ട് മാത്രമായി ജീവിതത്തെ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധൻ ദുഃഖത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴൊന്നും പുറമേയുള്ള സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. പകരം നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളും അനാവശ്യമായ പ്രതീക്ഷകളുമാണ് എല്ലാ വേദനകളുടെയും മൂലകാരണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കണമെന്നും അവർ എപ്പോഴും നമുക്ക് മുൻഗണന നൽകണമെന്നും നാം വാശി പിടിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വേദനകൾ ജനിക്കുന്നത്. ഇതിനെയാണ് ആധുനിക സൈക്കോളജി എക്സ്പെക്ടേഷൻ റിയാലിറ്റി ഗ്യാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത്, നമ്മുടെ പ്രതീക്ഷകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരം കൂടുന്തോറും നമ്മുടെ ഉള്ളിലെ ദുഃഖവും വർദ്ധിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ വിടവ് നികത്തുന്നതിനു പകരം നമ്മൾ വീണ്ടും മറ്റുള്ളവരെ തിരുത്താൻ പാടുപെടുകയാണ്. എന്തുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെയാകുന്നില്ല എന്ന ആ ഒരു വിചാരത്തിൽ നിന്നാണ് നമ്മുടെ അഹങ്കാരം ജനിക്കുന്നത്. അഹങ്കാരമെന്നത് വലിയ തന്ത്രശാലിയാണ്. ഞാനൊരു അഹങ്കാരിയാണ് എന്ന് അതൊരിക്കലും നമ്മോട് വിളിച്ചു പറയില്ല. പകരം ഞാൻ പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശരി എന്ന് അത് നമ്മെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കും. താൻ മാത്രമാണ് ശരിയെന്ന ഈ നിർബന്ധ ബുദ്ധി പതുക്കെ പതുക്കെ ഒരു മനുഷ്യനെ ഉള്ളിൽ നിന്ന് ശൂന്യനാക്കിക്കളയും. ബന്ധങ്ങൾ തകരാനും സമാധാനം നഷ്ടപ്പെടാനും ഉറക്കമില്ലാത്ത രാത്രികളുണ്ടാവാനും പ്രധാനമായും കാരണം ഇതുതന്നെയാണ്. ബുദ്ധൻ പറഞ്ഞതുപോലെ സത്യത്തിനും മനുഷ്യനുമിടയിൽ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ മതിൽ ഈ അഹങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ലോകത്തെ മാറ്റുന്നതിനു മുൻപ് ആ മതിലുകൾ തകർത്ത് മാറ്റത്തിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് വീശട്ടെ. നമുക്ക് നമ്മളിൽ നിന്ന് തുടങ്ങാം. മനഃശാസ്ത്രം നിരീക്ഷിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ഭയത്തെ മൂടിവെക്കാൻ നമ്മൾ സ്വയം അണിയുന്ന ഒരു കവചമാണ് ഇഗോ. പലപ്പോഴും ഒരു തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാൻ നമുക്ക് വലിയ മടിയാണ്. തന്റെ തെറ്റുകൾ അംഗീകരിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ വില കുറഞ്ഞു പോകുമോ എന്ന ഭീതിയാണ് ഇതിന് പിന്നിൽ. എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം വീഴ്ചകൾ തുറന്നു പറയാൻ തയ്യാറുള്ളവനാണ് ഏറ്റവും വലിയ വ്യക്തി എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് എത്രമാത്രം ഊർജ്ജമാണ് നമ്മൾ ഓരോ ദിവസവും പാഴിലാക്കുന്നത്. ആരോ ഒരാൾ നമ്മളോട് മോശമായി പെരുമാറിയെന്നോർത്ത് ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ നമ്മൾ തള്ളിനീക്കിയിട്ടുണ്ടാകും. എന്നാൽ ബുദ്ധൻ നൽകുന്ന പാഠം വളരെ ലളിതമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിനക്ക് യാതൊരു നിയന്ത്രണവുമില്ല. നിന്റെ വർത്തമാനകാലത്തെ മനോഹരമാക്കാൻ മാത്രമേ നിനക്ക് സാധിക്കൂ. ആധുനിക ന്യൂറോ സയൻസും ഇതേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ആവർത്തിച്ച് ചിന്തിക്കുന്നത്, നമ്മുടെ മസ്തിഷ്കം ആ വഴികളിലൂടെ തന്നെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പരാതികളിൽ സന്തോഷം കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സ് പരുവപ്പെടും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എക്കാലവും ഒരു ഇരയായി തുടരാനേ നമുക്ക് സാധിക്കൂ. എന്നാൽ ഇന്നു മുതൽ ഞാൻ മാറാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ ഉറച്ചു തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് മാറാൻ തുടങ്ങും. ഗൗതം ബുദ്ധന്റെ സന്ദേശങ്ങൾ അന്നും ഇന്നും തികച്ചും വിപ്ലവാത്മകമാണ്.
ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം സ്വന്തം ഉള്ളിലേക്ക് നോക്കാനാണ് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ ദേഷ്യം, പ്രതീക്ഷകൾ, ഭയം എന്നിവയെ തിരിച്ചറിയുക. കാരണം നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ പുറം ലോകം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് പറഞ്ഞതും ഇതിന് സമാനമായ കാര്യമാണ്. നമ്മുടെ ഉപബോധമനസ്സിലെ ചിന്തകളെ നാം തിരിച്ചറിയാത്ത കാലത്തോളം അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും അതിനെ നമ്മൾ വിധി എന്ന് വിളിക്കുകയും ചെയ്യും. ഈ സത്യം ബുദ്ധൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തിന് പകർന്നു നൽകിയിരുന്നു. നിന്റെ മനസ്സ് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ സുഹൃത്തും ശത്രുവും. നമ്മൾ സ്വയം മാറാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള ലോകത്തെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ പ്രതികരണങ്ങളും നമ്മളിൽ നിന്നുള്ള ഊർജ്ജവും മാറുന്നതോടെയെല്ലാം താനേ മാറാൻ തുടങ്ങും. ലോകം നിങ്ങളുടെ വാക്കുകളെയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പ്രസരിപ്പിനെയാണ് തിരിച്ചറിയുന്നത്. ഉള്ളിൽ സമാധാനം കണ്ടെത്തിയ ഒരാൾക്ക് മുന്നിൽ ലോകം തന്നെ വിനയാന്വിതമാകും. അതയാൾ കരുത്തനായതുകൊണ്ടല്ല, മറിച്ച് തന്റെ ആന്തരികമായ ശാന്തതയിൽ അയാൾ അചഞ്ചലനായതുകൊണ്ടാണ്. അഹങ്കാരം എപ്പോഴും കലഹങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ശാന്തത വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. സ്വയം മാറാൻ തയ്യാറാകുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല, മറിച്ച് അതൊരു വലിയ കരുത്താണ്. ബുദ്ധൻ പറഞ്ഞതുപോലെ സ്വയം വിജയിച്ചവൻ ലോകത്തെ മുഴുവൻ കീഴടക്കിയവനാണ്. മനഃശാസ്ത്രവും അടിവരയിടുന്നത് ആത്മനിയന്ത്രണമാണ് ഏറ്റവും വലിയ ശക്തിയെന്നാണ്. തീർച്ചയായും ഈ പാത അത്ര എളുപ്പമായിരിക്കില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയും പരാതികളും നമ്മൾ ഉപേക്ഷിക്കേണ്ടിവരും. എല്ലാറ്റിലുമുപരി നമ്മുടെ ഉള്ളിലേക്ക് സത്യസന്ധമായി നോക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ ഇതിന് തുടക്കം കുറിക്കുന്ന നിമിഷം മുതൽ ലോകം നിങ്ങളോട് പെരുമാറുന്ന രീതിയിലും മാറ്റം വരുന്നത് കാണാം. അത് ആളുകൾ പെട്ടെന്ന് നല്ലവരായതുകൊണ്ടോ സാഹചര്യങ്ങൾ മാറിയതുകൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനം മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചല്ല എന്ന വലിയ തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് ബുദ്ധൻ പകർന്നു നൽകുന്ന യഥാർത്ഥ ജ്ഞാനം. ഇതൊരു മനോഹരമായ തുടക്കമാണ്. ലോകത്തോട് പൊരുതി ജയിക്കാനല്ല, മറിച്ച് ലോകം നമുക്കായി വഴിമാറിക്കൊടുക്കുന്ന അത്ഭുതകരമായൊരു മാറ്റത്തിന്റെ നിമിഷം. ഇവിടെ ആരെയും ഒച്ചവെച്ച് തോൽപ്പിക്കേണ്ടതില്ല, ആർക്കും മുന്നിലൊന്നും തെളിയിക്കേണ്ടതില്ല, ആരോടും കലഹിക്കേണ്ടതുമില്ല. നിങ്ങൾ വെറുതെ നിങ്ങളായി ആവുകയാണ്. ആ നിശബ്ദമായ പരിവർത്തനമാണ് ഈ പ്രപഞ്ചത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ സന്ദേശം. നമുക്കൊരു നിമിഷം ഇവിടെ നിൽക്കാം, ഒന്നുള്ളിലേക്ക് നോക്കാം. ഓരോ നിമിഷവും നമ്മെ എന്തൊക്കെയോ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എപ്പോഴും നമ്മെ പഴയകാലത്തെ വേദനകളിലേക്ക് വലിച്ചിഴയ്ക്കാനോ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള ആകുലതകളിലേക്ക് തള്ളിയിടാനോ ആണ് അതിന് കൂടുതൽ താൽപ്പര്യം. ഗൗതമബുദ്ധൻ എത്ര ലളിതമായാണ് ഇത് പറഞ്ഞു തന്നത്. മനസ്സാണ് സർവവും. നീ എന്ത് ചിന്തിക്കുന്നുവോ അതുതന്നെയായി നീ മാറുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി. നമ്മുടെ വരുതിയിൽ നിൽക്കേണ്ട മനസ്സ് ഇന്ന് നമ്മുടെ യജമാനായി മാറിയിരിക്കുന്നു. പുറമേ നോക്കുമ്പോൾ അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് തോന്നാം, എന്നാൽ സത്യത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നതും ഈ മനസ്സ് തന്നെയാണ്. മനഃശാസ്ത്രം പറയുന്നത് നമ്മുടെ ഭൂരിഭാഗം ചിന്തകളും ശീലങ്ങളുടെ തടവറയിലാണെന്നാണ്. പഴയ പേടികളും അനുഭവങ്ങളും മുൻവിധികളും ചേർന്ന് ഒരു വലിയ വല നെയ്യുന്നു. അതിൽ നിന്ന് സ്വയം മോചിതനാവുക എന്നത് അത്ര എളുപ്പമല്ല. ബുദ്ധൻ ഇതിനെ സംസ്കാരം എന്നാണ് വിളിച്ചത്. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവമായി അടിയുറച്ചുപോകുന്നു. പിന്നീട് നമ്മുടെ ഓരോ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത് ഈ സ്വഭാവമാണ്. അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. ദേഷ്യം വിനാശമുണ്ടാക്കുമെന്നും പരാതികൾ കൊണ്ട് ഒന്നും മാറില്ലെന്നും ഭയത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ പിഴച്ചുപോകുമെന്നും നമുക്കറിയാം. എന്നിട്ടും അതേ തെറ്റായ വഴികളിലൂടെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും സഞ്ചരിക്കുന്നു. കാരണം ഒരു കാര്യം അറിയുന്നതും അത് ജീവിതത്തിൽ മാറ്റമായി മാറുന്നതും രണ്ടും രണ്ട് തലങ്ങളാണ്. അറിവ് എന്നത് ബുദ്ധിയുടെ തലത്തിലാണ് നടക്കുന്നത്, എന്നാൽ മാറ്റമെന്നത് മനസ്സിന്റെ ആഴത്തിലുള്ള പരിശീലനമാണ്. ആധുനിക ന്യൂറോ സയൻസും ഇതിനെ അടിവരയിടുന്നു. മസ്തിഷ്കവും മനസ്സും ഒന്നല്ല. മസ്തിഷ്കം ഒരു ജൈവയന്ത്രമാണെങ്കിൽ മനസ്സ് നമ്മുടെ അനുഭവങ്ങളുടെ ആകത്തുകയാണ്. മസ്തിഷ്കം ചിന്തിക്കുമ്പോൾ മനസ്സ് അതിനോട് പ്രതികരിക്കുന്നു. മസ്തിഷ്കം വർത്തമാനകാലത്ത് ജീവിക്കുമ്പോൾ മനസ്സ് ഭൂതകാലത്തിലും ഭാവിയിലുമായി അലഞ്ഞു നടക്കുന്നു. ഭയം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് നഷ്ടപ്പെടുന്നു. ബുദ്ധൻ ഇതിനെയാണ് അവിദ്യ അഥവാ അജ്ഞാനം എന്ന് വിളിച്ചത്. ഇത് അക്ഷരങ്ങൾ പഠിക്കാത്തതുകൊണ്ടുള്ള കുറവല്ല, മറിച്ച് സ്വന്തമുള്ളിലെ സത്യത്തെ തിരിച്ചറിയാത്തതാണ്. നീ ഇങ്ങനെയൊക്കെയാണ്, നിനക്കിനി മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചതിക്കുഴിയാണത്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ലെന്നും മാറ്റം മാത്രമാണ് ശാശ്വതമെന്നും ബുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ സങ്കടങ്ങൾ മാറുമെങ്കിൽ നിന്റെ ബലഹീനതകളും മാറാവുന്നതേയുള്ളൂ. പക്ഷേ മാറ്റങ്ങളെ മനസ്സ് ഭയപ്പെടുന്നു. കാരണം പുതിയൊരാളായി മാറുമ്പോൾ പഴയ ഞാൻ ഇല്ലാതാകുമെന്ന് അത് പേടിക്കുന്നു. അഹങ്കാരത്തിന് ഒരിക്കലും മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരാതികളിലും കുറ്റപ്പെടുത്തലുകളിലും മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിലും മനസ്സ് നമ്മെ എപ്പോഴും തിരക്കുള്ളവരാക്കി മാറ്റുന്നത്. അവിടെ നിന്നാണ് അമിതമായ പ്രതീക്ഷകളും ആസക്തികളും ഉണ്ടാകുന്നത്. മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ
പെരുമാറണമെന്നും നമ്മെ സ്നേഹിക്കണമെന്നും നമ്മൾ വാശിപിടിക്കുന്നു. എന്നാൽ ബുദ്ധന്റെ വാക്കുകൾ ഇതിൽ വ്യക്തമാണ്. നീ എന്തിനോട് അമിതമായി പറ്റിപ്പിടിക്കുന്നുവോ അത് നിന്നെ ബന്ധനസ്ഥനാക്കും. ആസക്തി ഒരിക്കലും സ്നേഹമല്ല, മറിച്ച് മറ്റൊന്നിനെ സ്വന്തമാക്കാനും നിയന്ത്രിക്കാനുമുള്ള ആഗ്രഹമാണ്. മനഃശാസ്ത്രവും ഇതേ പാഠമാണ് നമുക്ക് തരുന്നത്. ഒരാളോടോ സാഹചര്യത്തോടോ നമ്മൾ അമിതമായി ബന്ധിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം വർദ്ധിക്കുന്നു. അവരെ നഷ്ടപ്പെടുമോ എന്ന പേടി, അവഗണിക്കപ്പെടുമോ എന്ന ആധി. ഈ ഭയമാണ് യഥാർത്ഥത്തിൽ പല ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാകുന്നത്. പലപ്പോഴും ബന്ധങ്ങളിൽ വേദനയുണ്ടാകുന്നത് മറുഭാഗത്തുള്ള വ്യക്തി മോശമായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ അമിതമായ പ്രതീക്ഷകൾ തകർന്നുപോകുന്നതുകൊണ്ടാണ്. നമ്മുടെ പ്രതീക്ഷകളും ജീവിതയാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ദൂരം എത്രത്തോളമുണ്ടോ അത്രത്തോളം ആഴമേറിയതായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന വേദനയും. ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, നിനക്ക് സമാധാനമാണ് വേണ്ടതെങ്കിൽ ഉപേക്ഷിക്കാൻ ശീലിക്കുക എന്ന്. ഇവിടെ ഉപേക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നല്ല, മറിച്ച് കാര്യങ്ങളെ അവയുടെ പൂർണ്ണരൂപത്തിൽ തിരിച്ചറിയാനും അംഗീകരിക്കാനും ശ്രമിക്കുക എന്നതാണ്. ഈ ലോകവും അതിലെ മനുഷ്യരും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ പെരുമാറണം എന്ന് വാശിപിടിക്കാതിരിക്കുക. എന്നാണോ നിങ്ങൾ ഈ സത്യം ഉൾക്കൊള്ളുന്നത്, അന്നുമുതൽ നിങ്ങളുടെ ബന്ധങ്ങൾ ഒരു ഭാരമല്ലാതായി മാറും. നമുക്ക് ചുറ്റുമുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആയുസ്സുടനീളം കഠിനാധ്വാനം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ. തന്റെ അധ്വാനത്തിന് പകരമായി ആദരവും സുരക്ഷിതത്വവും ലഭിക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ദിവസം അയാൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. അപമാനവും പരാജയഭീതിയും ഒപ്പം വല്ലാത്തൊരു ഏകാന്തതയും അയാളെ വരിഞ്ഞുമുറുക്കാൻ തുടങ്ങുന്നു. താൻ ശരിയായിരുന്നുവെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ അയാൾ പെടാപ്പാടുപെടുന്നുണ്ട്. പുറമെ പരുക്കനായി പെരുമാറുമ്പോഴും ഉള്ളിൽ അയാൾ വല്ലാതെ തകർന്നുപോയിട്ടുണ്ടാകും. ഈയൊരു ഘട്ടത്തിലാണ് ഒരാൾ ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ കൈപ്പുള്ള ഓർമ്മകളുമായി ഒതുങ്ങിക്കൂടുന്നത്, അല്ലെങ്കിൽ തികച്ചും പുതിയൊരു മനുഷ്യനായി ഉണരുന്നത്. വേദന എന്നത് തിരിച്ചറിവിലേക്കുള്ള വാതിലാണെന്നാണ് ഗൗതമബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത്. ജീവിതത്തിൽ വലിയ തകർച്ചകൾ നേരിടുന്നതുവരെ മിക്കവരും സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറാകാറില്ല. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ഇത്രയേറെ നല്ലവനായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം വേദന അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് അയാൾ സ്വയം ചോദിച്ചു തുടങ്ങുന്നത്. ആ ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥ മാറ്റങ്ങൾ തുടങ്ങുന്നത്. മനഃശാസ്ത്രം ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് അനുഭവിക്കുന്ന വേദനകൾ ഒരാളെ തകർക്കുകയല്ല, മറിച്ച് പുതിയൊരു മനുഷ്യനായി വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ഈ വളർച്ച സംഭവിക്കുന്നത്. നമ്മുടെ പ്രതികരണങ്ങളും മറുപടികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. റിയാക്ഷൻ എന്നത് ചിന്തയില്ലാതെ പെട്ടെന്നുണ്ടാകുന്നതാണ്, എന്നാൽ റെസ്പോൺസ് എന്നത് തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നതാണ്. ഭയത്തിൽ നിന്നാണ് പലപ്പോഴും പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്, എന്നാൽ ആഴത്തിലുള്ള ചിന്തയിൽ നിന്നാണ് ശരിയായ മറുപടികൾ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധൻ മൗനത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയത്. മൗനം ഒരിക്കലും ഭീരുത്വമല്ല, മറിച്ച് അത് ഏറ്റവും വലിയ ബുദ്ധിശക്തിയാണ്. ആധുനിക മനഃശാസ്ത്രവും ഈ സത്യം ശരിവയ്ക്കുന്നുണ്ട്. ഒരാൾ ചിന്തിച്ച് മറുപടി നൽകുമ്പോൾ അയാളുടെ തലച്ചോറിലെ വിവേകത്തിന് കാരണമായ ഭാഗങ്ങൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്നു. നേരെ മറിച്ച് ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നമ്മുടെ പഴയ ചിന്താഗതികളുടെ തുടർച്ച മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ ശാന്തനായ ഒരു മനുഷ്യനാണ് ഏറ്റവും ശക്തൻ. കാരണം അയാളെ പ്രകോപിപ്പിക്കാനോ നിയന്ത്രിക്കാനോ ആർക്കും എളുപ്പത്തിൽ കഴിയില്ല. അയാളുടെ സമാധാനം മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. സ്വന്തം ദേഷ്യത്തെ ജയിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവിനെ ജയിച്ചവനെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. മനസ്സിന്റെ ഓരോ ചലനങ്ങളും നിങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, അനാവശ്യമായ പ്രതീക്ഷകൾ ഉപേക്ഷിക്കാൻ പഠിക്കുമ്പോൾ, വെറും പ്രതികരണങ്ങൾക്ക് പകരം അർത്ഥവത്തായ മറുപടികൾ നൽകാൻ ശീലിക്കുമ്പോൾ, ലോകത്തെ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിക്കാൻ നിങ്ങൾ പാടുപെടേണ്ടിവരില്ല. ലോകം താനെ നിങ്ങൾക്ക് മുന്നിൽ ശിരസ് നമിക്കും. കാരണം നിങ്ങൾ ഉള്ളുകൊണ്ട് അത്രമേൽ കരുത്തനായി മാറിയിരിക്കുന്നു. ഈ മാറ്റം ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല, അത് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാറില്ല. വളരെ നിശബ്ദമായി സംഭവിക്കുന്ന ആ മാറ്റമാണ് ഒരു സാധാരണക്കാരനെ അസാധാരണ വ്യക്തിത്വമായി മാറ്റുന്നത്. ഇതായിരുന്നു ബുദ്ധൻ പകർന്നു നൽകിയ യഥാർത്ഥ ജ്ഞാനം. നമ്മൾ സ്വയം മാറുമ്പോൾ ഈ ലോകവും നമുക്കായി മാറാൻ തുടങ്ങും എന്നതാണ് ആ വലിയ സത്യം. നമ്മുടെ മനസ്സ് നമുക്കുവേണ്ടി ഒരുക്കുന്ന ചതിക്കുഴികളെ തിരിച്ചറിയുന്ന നിമിഷം, പ്രതീക്ഷകളുടെ ആ കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവുകയാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് വെറുതെ പ്രതികരിക്കുന്നതിനു പകരം പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാൻ പഠിക്കുമ്പോൾ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടേക്കാം. തുടക്കത്തിൽ ആ ശൂന്യത നമ്മെ അല്പം ഭയപ്പെടുത്തിയെന്നു വരാം. കാരണം അവിടെ വിരൽ ചൂണ്ടാൻ മറ്റാരുമില്ല, പരാതികൾ പറയാൻ ഇടവുമില്ല. എന്നാൽ അവിടെ നിന്നാണ് യഥാർത്ഥ മാറ്റത്തിന്റെ വിത്തുകൾ മുളയ്ക്കുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നിടത്തോളം കാലം നിങ്ങൾ ദുർബലരായിരിക്കും എന്ന് നിങ്ങൾ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവോ, അന്ന് നിങ്ങൾ ശക്തരാകും എന്ന ബുദ്ധവചനം എത്ര സത്യമാണ്. ഇവിടെ ഉത്തരവാദിത്തമെന്നത് ഒരു കുറ്റബോധമല്ല, മറിച്ച് സ്വന്തം ജീവിതത്തോടുള്ള ആത്മാർത്ഥമായ കരുതലാണ്. ഈ യാത്രയിലെ ഏറ്റവും കഠിനമായ ആദ്യ ചുവടുവെപ്പ് പരാതികൾ അവസാനിപ്പിക്കുക എന്നതാണ്.
തെറ്റ് എന്റേതല്ല എന്ന് സമർത്ഥിച്ച് സ്വയം സമാധാനിക്കാനാണ് നമ്മുടെ അഹന്തയ്ക്ക് എപ്പോഴും ഇഷ്ടം. എന്നാൽ നിരന്തരമായ പരാതികൾ നമ്മുടെ തലച്ചോറിനെ നിഷേധാത്മകതയുടെ അടിമയാക്കി മാറ്റുമെന്ന് മനഃശാസ്ത്രം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ എന്തിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുവോ അത് നമ്മുടെ സ്വഭാവമായി മാറുമെന്ന് ബുദ്ധൻ ലളിതമായി പറഞ്ഞുതന്നു. അതുകൊണ്ട് പരാതികൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ കേവലം വാക്കുകളെയല്ല, മറിച്ച് നിങ്ങളെ തളച്ചിടുന്ന ഒരു ശീലത്തെയാണ് മാറ്റിയെടുക്കുന്നത്. ഒരു വ്യക്തിയെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ പ്രയാസകരമാണ് കാലങ്ങളായി കൂടെയുള്ള ഒരു ശീലം മാറ്റിയെടുക്കുക എന്നത്. അടുത്തത് താരതമ്യമാണ്. മറ്റൊരാളുമായി സ്വയം അളന്നു നോക്കുന്നതുവരെ നമുക്ക് സമാധാനമില്ല എന്നതാണ് വാസ്തവം. ആരെങ്കിലും നമ്മെക്കാൾ മുന്നിലായാൽ, അസൂയയും പിന്നിലായാൽ അഹങ്കാരവുമാണ് ഉണ്ടാകുന്നത്. സ്വയം തിരിച്ചറിയാത്തവരാണ് മറ്റുള്ളവരിലേക്ക് നോക്കി സ്വന്തം മൂല്യം നിശ്ചയിക്കുന്നതെന്ന് ബുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങളെ ഒരിക്കലും വർത്തമാനകാലത്തിന്റെ സന്തോഷം ആസ്വദിക്കാൻ അനുവദിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ താഴ്ത്തിക്കെട്ടും, അല്ലെങ്കിൽ പൊള്ളയായ ശ്രേഷ്ഠതയിൽ മതിമറക്കും. ഇത് രണ്ടും മനസ്സിന്റെ സമാധാനം കെടുത്തുന്നവയാണ്. മറ്റുള്ളവരുമായുള്ള താരതമ്യം അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതയാത്ര ഒരു മത്സരമല്ലെന്നും നിങ്ങൾക്ക് നിങ്ങളായിരുന്നാൽ മാത്രം മതി എന്നുമുള്ള വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയുന്നത്. പ്രതീക്ഷകൾ കുറയ്ക്കുക എന്നത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും അതൊരു വലിയ ജീവിതപാഠമാണ്. പ്രതീക്ഷകളാണ് ദുഃഖത്തിന്റെ വിത്തെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. പ്രതീക്ഷകൾ മനുഷ്യനിൽ ഒരുതരം അപൂർണത സൃഷ്ടിക്കുമെന്നാണ് മനഃശാസ്ത്രവും പറയുന്നത്. എത്രയധികം നമ്മൾ പ്രതീക്ഷകൾ വെച്ചുപുലർത്തുന്നുവോ അത്രയധികം നമ്മൾ തകർന്നുപോയേക്കാം. ഇതിനർത്ഥം ജീവിതത്തിൽ ആഗ്രഹങ്ങളെ പാടില്ല എന്നല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനം മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാകരുത് എന്നാണ്. ഓരോ മനുഷ്യനും അവരവരുടേതായ പരിമിതികൾക്കുള്ളിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഉള്ളിൽ ദേഷ്യമല്ല, മറിച്ച് ആഴത്തിലുള്ള കരുണയാണ് നിറയുന്നത്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കലാണ്. നിങ്ങളുടെ അനുവാദമില്ലാതെ ലോകത്ത് ആർക്കും നിങ്ങളെ ദുഃഖിപ്പിക്കാനാവില്ലെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ഇത് കേൾക്കുമ്പോൾ അല്പം കഠിനമായി തോന്നാമെങ്കിലും ഇതാണ് നമ്മെ സ്വതന്ത്രനാക്കുന്ന പരമമായ സത്യം. ഇതിനെയാണ് മനഃശാസ്ത്രം ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാകുമ്പോൾ മാത്രമേ നിങ്ങൾ ശരിക്കും ശാക്തീകരിക്കപ്പെടുകയുള്ളൂ. ആ തിരിച്ചറിവിലൂടെ നമുക്ക് നമ്മെത്തന്നെ വീണ്ടെടുക്കാം. നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ സ്വന്തം കൈകളിലാണെന്ന ഉറച്ച ബോധ്യം ഒരാളെ കാലക്രമേണ വല്ലാത്തൊരു കരുത്തനാക്കി മാറ്റും. എന്നാൽ തന്റെ ജീവിതഗതി തീരുമാനിക്കുന്നത് വിധിയോ മറ്റുള്ളവരോ ആണെന്ന് വിശ്വസിക്കുന്നവർ ഉള്ളിൽ നിന്ന് അനുദിനം തളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് ഒരു വലിയ ഭാരമായി നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ആ ഭാരം തന്നെയാണ് പിന്നീട് നമ്മെ കരുത്തുള്ള വ്യക്തിത്വമായി പരുവപ്പെടുത്തിയെടുക്കുന്നത്. ഈ ആന്തരിക യാത്രയിൽ മൗനവും ആത്മചിന്തയുമാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൂട്ട്. ബുദ്ധൻ മൗനത്തെ വെറുമൊരു നിശബ്ദതയല്ല, മറിച്ച് ഒരു ആത്മീയ സാധനയായാണ് കണ്ടിരുന്നത്. മിണ്ടാതിരിക്കുക എന്നതിലുപരി നമ്മുടെ ഉള്ളിലെ ബഹളങ്ങളെ തിരിച്ചറിയലാണ് യഥാർത്ഥ മൗനം. ആധുനിക മനഃശാസ്ത്രവും ഇതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. സ്വന്തം ചിന്തകളെ ഭയമില്ലാതെയും ഒളിച്ചോടാതെയും നിരീക്ഷിക്കുമ്പോൾ നമ്മളിൽ പുതിയൊരു അവബോധമുദിക്കുന്നു. ഇന്ന് പലരും തനിച്ചിരിക്കാൻ പേടിക്കുന്നത് ആ സമയത്ത് സ്വന്തം യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ എന്നതുകൊണ്ടാണ്. എന്നാൽ ഏകാന്തതയെ ഭയമില്ലാതെ ആസ്വദിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സ്വതന്ത്രനെന്ന് ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു പെട്ടെന്നുണ്ടാകുന്ന വിപ്ലവമല്ല, മറിച്ച് ഓരോ ദിവസവുമുള്ള ചെറിയ പരിശ്രമങ്ങളിലൂടെ ഉള്ളിൽ സംഭവിക്കുന്ന നിശബ്ദമായ മാറ്റമാണ്. അങ്ങനെയാണ് ഒരാളിലെ ആന്തരിക കരുത്ത് ഉണരുന്നത്. ലോകത്തെ ജയിക്കുന്നതിനു മുൻപ് സ്വന്തം മനസ്സിനെ ജയിക്കണമെന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ആത്മനിയന്ത്രണമാണ് യഥാർത്ഥ ആത്മാഭിമാനത്തിന്റെ അടിത്തറ. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനെ കീഴടക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. ആത്മാഭിമാനമെന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രകടനമല്ല, മറിച്ച് താൻ സ്വന്തം ഭയത്തിനോ ദേഷ്യത്തിനോ ആഗ്രഹങ്ങൾക്കോ അടിമയല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ആത്മനിയന്ത്രണമെന്നാൽ സ്വയം കഠിനമാവുക എന്നല്ല, മറിച്ച് തന്റെ പ്രവൃത്തികളിൽ കൂടുതൽ ബോധവാന്മാരാവുക എന്നാണ് അർത്ഥം. ബുദ്ധന്റെ ശാന്തത അദ്ദേഹത്തിന്റെ ബലഹീനതയായിരുന്നില്ല, മറിച്ച് ലോകത്തെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധമായിരുന്നു. ശാന്തമായ മനസ്സിനാണ് ഏറ്റവും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്ന് ഇന്ന് ശാസ്ത്രവും അടിവരയിടുന്നു. ആ ശാന്തത നമ്മളിലെ അനാവശ്യ പ്രതികരണങ്ങളെ കുറയ്ക്കുകയും കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പലരും ഏകാന്തതയെ ഭയത്തോടെ കാണുമ്പോൾ അതിനെ സത്യത്തിലേക്കുള്ള വാതിലായാണ് ബുദ്ധൻ വിശേഷിപ്പിച്ചത്. തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് സ്വന്തം ഉള്ളിലെ ശബ്ദം കൃത്യമായി കേൾക്കാൻ കഴിയുന്നത്. ഇതിനെയാണ് മനഃശാസ്ത്രം സെൽഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഏകാന്തതയിൽ നിന്ന് ഒളിച്ചോടാത്തവർ തകരുകയല്ല, മറിച്ച് സ്വയം തിരിച്ചറിഞ്ഞ് കൂടുതൽ കരുത്തരാവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ആ ഉദാത്തമായ നിമിഷം വന്നെത്തുന്നു. തെറ്റ് എന്റേതായിരുന്നു എന്ന് പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുന്ന ആ നിമിഷം. അത് അഹങ്കാരത്തിന്റെ അവസാനമാണ്. ഈ തുറന്നുപറച്ചിലാണ് യഥാർത്ഥ മോചനമെന്ന് ബുദ്ധൻ വിശ്വസിച്ചിരുന്നു. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുമ്പോൾ ഒരാളിൽ കുറ്റബോധമല്ല, മറിച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയാണ് ഉണ്ടാകുന്നത്. ആ വ്യക്തതയാണ് മാറ്റത്തിന്റെ വിത്ത്.
അവിടെ നാടകങ്ങളില്ല, ന്യായീകരണങ്ങളില്ല, വെറും ഒഴികഴിവുകളില്ല. നിങ്ങൾക്കും നിങ്ങളുടെ സത്യത്തിനുമിടയിൽ മറ്റൊന്നും അവശേഷിക്കാത്ത ആ നിമിഷം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം. പഴയൊരു ഉടയാട അഴിച്ചുമാറ്റുന്നതുപോലെ ലളിതവും എന്നാൽ അത്രമേൽ ആഴമേറിയതുമാണ് നമ്മുടെയുള്ളിലെ പഴയ സ്വത്വത്തിന്റെ തകർച്ച. ആ മാറ്റം ചിലപ്പോൾ വേദന നിറഞ്ഞതാകാം, പക്ഷേ ആ തകർച്ചയുടെ ചാരത്തിൽ നിന്നാണ് പുതിയൊരു മനുഷ്യൻ പിറവിയെടുക്കുന്നത്. ബുദ്ധൻ ഇതിനെ കേവലമൊരു പുനർജന്മമായല്ല, മറിച്ച് ഒരു ഉണർവായാണ് കണ്ടത്. ചുറ്റുമുള്ള ലോകത്തെയല്ല, സ്വന്തം ആന്തരിക ലോകത്തെ മാറ്റാൻ ഒരാൾ തയ്യാറെടുക്കുമ്പോഴാണ് ഈ ബോധോദയം സംഭവിക്കുന്നത്. ഈ മാറ്റം വന്നാൽ ജീവിതം പെർഫെക്റ്റ് ആകുമെന്നോ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നോ ഇതിനർത്ഥമില്ല. എന്നാൽ മാറിയ ആ മനുഷ്യൻ പിന്നീട് പ്രതിസന്ധികളോട് പൊരുതുകയല്ല, മറിച്ച് അവയെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ലോകത്തോടൊന്നും ആവശ്യപ്പെടുന്നില്ല, പകരം സ്വയം കരുത്തനാകാൻ നിരന്തരം ശ്രമിക്കുന്നു. അവിടെയാണ് ലോകം അയാൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നത്. ലോകം കീഴടങ്ങുന്നത് ശാരീരികമായ കരുത്തിനല്ല, മറിച്ച് മനസ്സിന്റെ അചഞ്ചലമായ സ്ഥിരതയ്ക്കാണ്. മാറ്റത്തിന് തയ്യാറുള്ളവർക്ക് മാത്രമേ ആ ആത്മസ്ഥിരത കൈവരുകയുള്ളൂ. ഒരാൾ ഉള്ളിൽ നിന്ന് പരിവർത്തനപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നിലൊന്നും തെളിയിക്കേണ്ട ബാധ്യത അയാൾക്കില്ല. ലോകം അയാൾക്ക് മുന്നിൽ തലകുനിക്കുന്നത് അയാളൊരു വലിയ ശക്തിമാനായതുകൊണ്ടല്ല, മറിച്ച് അയാളുടെ ഉള്ളിൽ സംഘർഷങ്ങളില്ലാത്തതുകൊണ്ടാണ്. സ്വയം തിരിച്ചറിഞ്ഞ് ഒരു മനുഷ്യൻ പ്രസരിപ്പിക്കുന്ന ഊർജം തികച്ചും വ്യത്യസ്തമാണ്. അത് വാക്കുകളിലൂടെയല്ല, അയാളുടെ പെരുമാറ്റത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയുമാണ് പ്രകടമാകുന്നത്. നിങ്ങൾ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. മനഃശാസ്ത്രം ഇതിനെ പ്രസൻസ് എന്ന് വിളിക്കുന്നു. ഒരക്ഷരം പോലും മിണ്ടാതെ തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന നിശബ്ദമായ വശ്യത. ഈ പ്രപഞ്ചസത്യത്തെ ഗൗതമബുദ്ധൻ പണ്ടേ ലോകത്തിന് കാട്ടിക്കൊടുത്തിരുന്നു. പൂക്കളുടെ സുഗന്ധം തനിയെ ഒഴുകിപ്പരക്കുന്നതല്ല, കാറ്റാണ് അതിനെ ലോകമെമ്പാടും എത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഉള്ളിൽ നിന്ന് മാറുമ്പോൾ ലോകം സ്വാഭാവികമായി തന്നെ നിങ്ങളോട് പ്രതികരിച്ചു തുടങ്ങും. വെറും വാഗ്ദാനങ്ങൾക്കോ പ്രസംഗങ്ങൾക്കോ മുന്നിൽ ലോകം കീഴടങ്ങില്ല. അത് കീഴടങ്ങുന്നത് നിങ്ങളുടെ ജീവിതരീതിക്ക് മുന്നിലാണ്. നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോൾ, നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് തെളിവായി മാറുമ്പോൾ നിങ്ങളെ വെല്ലുവിളിക്കാൻ ആർക്കും സാധിക്കില്ല. ആധുനിക മനഃശാസ്ത്രവും അടിവരയിടുന്നത് ഇതുതന്നെയാണ്. ആളുകൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വാക്കുകളെയല്ല, മറിച്ച് പ്രതിസന്ധികളിൽ നിങ്ങൾ പുലർത്തുന്ന ആത്മസംയമനത്തെയാണ്. എന്തുവന്നാലും തളരാത്ത ആ വിശ്വാസ്യതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ബുദ്ധൻ ഒരിക്കലും തന്നെത്താൻ മഹാനായി പ്രഖ്യാപിക്കുകയോ തന്റെ വാക്കുകൾ അന്ധമായി വിശ്വസിക്കണമെന്ന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ദേഷ്യം നിങ്ങളെ എവിടെ എത്തിക്കുന്നു എന്ന് നോക്കൂ, അത്യാഗ്രഹം നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു എന്ന് ചിന്തിക്കൂ, ആസക്തികൾ എങ്ങനെയാണ് ദുഃഖമുണ്ടാക്കുന്നത് എന്ന് നിരീക്ഷിക്കൂ എന്ന് മാത്രമാണ് അദ്ദേഹം ഉപദേശിച്ചത്. അദ്ദേഹം തന്റെ ജീവിതത്തെ തന്നെ ഒരു സന്ദേശമാക്കി മാറ്റി. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ വാക്കുകളേക്കാൾ ഉപരിയായി ആ നിശബ്ദത ലോകത്ത് മാറ്റൊലികൊള്ളുന്നത്. കാരണം നിശബ്ദതയ്ക്കൊരിക്കലും കള്ളം പറയാൻ കഴിയില്ല, അതിൽ കൃത്രിമത്വമില്ല. സ്വയം ജയിക്കുന്നവനാണ് ലോകത്തെ ജയിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ കാര്യമായി തോന്നാം. എന്നാൽ ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഒന്നിനും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സമാധാനം തകർക്കാനോ ഉള്ളിൽ ഭയം നിറയ്ക്കാനോ ആർക്കും സാധിക്കില്ല. ആ ആത്മവിജയമാണ് യഥാർത്ഥ ശക്തി. മനഃശാസ്ത്രം പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. ഒരാൾ തന്റെ വികാരങ്ങൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം നേടുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നേട്ടം കൈവരിക്കുന്നത്. നമ്മൾ ആഘോഷിക്കുന്ന ലൗകിക വിജയങ്ങളെല്ലാം ഇന്ന് വന്ന് നാളെ പോകുന്നവയാണ്. എന്നാൽ മനസ്സിന്റെ ഈ സ്വാതന്ത്ര്യം മാത്രം എന്നും നമ്മോടൊപ്പം നിലനിൽക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധൻ പഠിപ്പിച്ചതും ഇതുതന്നെയാണ്. സ്വന്തം മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞവന് പുറമേ നിന്നുള്ള ശത്രുക്കളെ ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ യഥാർത്ഥ പോരാട്ടം പുറത്തുള്ളവരോടല്ല, മറിച്ച് നമുക്കുള്ളിലെ തന്നെ വികാരങ്ങളോടാണ്. ഉള്ളിലെ ഭയം, അന്യരുമായുള്ള താരതമ്യം, അമിതമായ പ്രതീക്ഷകൾ, അഹങ്കാരം ഇവയെല്ലാം അടങ്ങുമ്പോഴാണ് ജീവിതം അതിന്റെ യഥാർത്ഥ ലാഘവത്തോടെ നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് തന്റെ ഓരോ കർമ്മവും പ്രാർത്ഥന പോലെ പവിത്രമായി മാറും. ആ അവസ്ഥയിൽ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഒന്നിനും അടിമയാകാതെ ആകാശത്തോളം ഉയരത്തിൽ പറക്കുന്ന പക്ഷിയെപ്പോലെ തികച്ചും സ്വതന്ത്രനായിരിക്കും. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട അത്യന്തം ഗൗരവമേറിയ ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റാനുള്ള ഒരവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നിരിക്കട്ടെ. പക്ഷേ അതിനൊരു ചെറിയ നിബന്ധനയുണ്ട്. ആദ്യം മാറേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? എല്ലാത്തിനും മറ്റുള്ളവരെ പഴിചാരുന്ന രീതി മാറ്റി പരാതികളില്ലാത്ത ഒരു ശീലം വളർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ മാത്രമാണ് ശരി എന്ന വാശി ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടോ? എല്ലാറ്റിനുമുപരി എന്റെ സങ്കടങ്ങളിൽ എനിക്കും പങ്കുണ്ടെന്ന് സ്വയം സമ്മതിക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? ഭൂരിഭാഗം ആളുകളും ഇത്തരം സത്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളെ ധീരമായി നേരിടുന്നവനാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണരുന്നത്. സ്വയംപര്യാപ്തമായ ഒരു ജീവിതം എന്ന് കേൾക്കുമ്പോൾ മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് നിങ്ങളുടെ മനസ്സമാധാനം മറ്റൊരു വ്യക്തിയുടെയും കയ്യിലല്ല എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ആത്മനിർഭരത.
നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, എന്നാൽ ആ ബന്ധങ്ങളിൽ സ്വയം തളയ്ക്കപ്പെടരുത്. എല്ലാവരോടും ആഴത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തുക, എന്നാൽ അവിടെ നിങ്ങളുടെ വ്യക്തിത്വം പണയം വെക്കരുത്. ജീവിതം ഒരു പോരാട്ടമാണെന്ന് കരുതി പൊരുതുക, പക്ഷെ പരാജയങ്ങളിൽ ഒരിക്കലും തകർന്നു പോകരുത്. ലോകത്തെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ണു തുറന്ന് കാണുകയാണ് വേണ്ടതെന്ന് ബുദ്ധന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ആ തിരിച്ചറിവിലാണ് ഓരോ മനുഷ്യന്റെയും മോചനം അടങ്ങിയിരിക്കുന്നത്. സമാധാനവും മനക്കരുത്തും സ്ഥിരതയും ഒന്നിലൊന്ന് അലിഞ്ഞുചേർന്ന വികാരങ്ങളാണ്. ശാന്തമായ മനസ്സിൽ നിന്നാണ് കാര്യങ്ങൾ നേരിടാനുള്ള ഉറച്ച തീരുമാനങ്ങളുണ്ടാകുന്നത്. ആ ഉറപ്പാണ് നമ്മുടെ കരുത്തായി മാറുന്നത്. നമ്മുടെ തലച്ചോറ് ഏറ്റവും കൃത്യതയോടെയും വേഗത്തിലും പ്രവർത്തിക്കുന്നത് മനസ്സ് ശാന്തമായിരിക്കുമ്പോഴാണെന്ന് ശാസ്ത്രവും പറയുന്നു. എന്നാൽ ഈ സമാധാനം പുറത്തുപോയി തിരഞ്ഞു കണ്ടെത്തേണ്ട ഒന്നല്ല. അല്പനേരത്തെ മൗനത്തിലൂടെയും ധ്യാനത്തിലൂടെയും സ്വയം ആഴത്തിൽ ചിന്തിക്കുന്നതിലൂടെയും മാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉദയം ചെയ്യേണ്ട ഒന്നാണത്. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തട്ടെ.